ദേവൂട്ടി ഇതുവരെ റെഡിയായില്ലേ? രാവിലെ തന്നെ ഒരുങ്ങി നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ. ഒരുങ്ങിയിട്ടുണ്ടാവും. നമ്മളെ വെയിറ്റ് ചെയ്ത് അകത്ത് തന്നെ ഇരിക്കാവും. ഞാൻ പോയി നോക്കിട്ട് വരാം. ദേവൂട്ടി, ദേവൂട്ടി, ദേവൂട്ടി. ആ, അല്ല, ദേവൂട്ടി ഇതുവരെ എഴുന്നേറ്റില്ലല്ലോ. രാവിലെ ബലിയിടാൻ പോകണ്ടല്ലേ? അത് ശരിയാണല്ലോ. മോളെ ദേവൂട്ടി, മോളെ ദേവൂട്ടിയെ. മോളെ ദേ, സന്ദീപും സുകുമാരിയമ്മയും മോളെ കൂട്ടാൻ വേണ്ടി വന്ന് നിൽക്കുന്നു. എണീറ്റ്. മോക്കെന്താ വയ്യേ? അയ്യോ എന്റെ ദേവിയെ, പൊള്ളുന്ന പനിയുണ്ടല്ലോ മോൾക്ക്. എന്താ എന്തു പറ്റി? മോൾക്ക് നല്ല പനിയുണ്ട്. ക്ഷീണം കാരണം അവൻ മോൾ ഇറങ്ങിപ്പോയത്. നല്ല ടെമ്പറേച്ചർ ഉണ്ടല്ലോ. എന്തു പറ്റി മോളെ? പനിയാണോ നിനക്ക്? ഇത്രയും കടുത്ത പനിയുള്ളപ്പോ ദേവൂട്ടി എങ്ങനെ ബലിയിടാൻ വരും മുത്തശ്ശി? കുടുംബത്തിൽ ഇങ്ങനൊരു ചടങ്ങ് നടക്കുമ്പോ ഇതുപോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവാറുണ്ട്. അത് കാര്യാക്കണ്ട, ചടങ്ങ് മുടക്കണ്ട. അയ്യോ മോളെ, ഈ പനി വെച്ച് മോള് കുളിക്കാനൊന്നും നിൽക്കണ്ട. ദേവൂട്ടി, നമുക്കിന്ന് ഹോസ്പിറ്റലിൽ പോവാം. എന്നാ മോക്ക് ഞാനൊരു ചുക്കാപ്പി ഇട്ട് തരട്ടെ? അത് കുടിക്കുമ്പോ ഒരാശ്വാസം കിട്ടും. സന്ദീപേ, നീ ദേവൂട്ടി ആശുപത്രി കൊണ്ടുപോയിട്ട് വാ. എന്നിട്ട് നമുക്ക് പോവാം. ചടങ്ങിൽ ഏറ്റാക്കണ്ടെന്നാ ദേവൂട്ടി പറയുന്നത്. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും കൂടി പോയി ബലിയിട്ടിട്ട് വരാം. അത് കഴിഞ്ഞ് പനി കുറവില്ലെങ്കിൽ നമുക്ക് ആശുപത്രി പോവുകയും ചെയ്യാം. ശരി ദേവൂട്ടി, ഞങ്ങളൊന്ന് പോയിട്ട് വേഗം വരാം. വാ മുത്തശ്ശി. പോയിട്ട് വരാം മോളെ. കാര്യങ്ങളെല്ലാം ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെയാണ് നീങ്ങുന്നത്. ഇനി അങ്ങോട്ടുള്ള ഓരോ ചുവടുകളും അതീവ ജാഗ്രതയോടെ വേണം. വിചാരിച്ച പോലെ എല്ലാം ഭദ്രമായാൽ നാളത്തെ അസ്തമയം കഴിഞ്ഞ് ദേവൂട്ടിയുടെ ബലിദാനം, എന്റെ മൂർത്തികൾക്ക് ഒരു കന്യകയെ കൊണ്ട് അഭിഷേകം. വേതാളി, എന്റെ ആത്മാവ് ഒരു ദീർഘയാത്രയ്ക്ക് തയ്യാറാവുകയാ. തിരിച്ചെത്തും വരെ എന്റെ ശരീരത്തിന് രാവും പകലും നിന്റെ കാവലുണ്ടാവണം.
ശക്തികളെ. ഇന്നത്തെ ദിവസം ദേവൂട്ടിയെ സംബന്ധിച്ച് അതിനിർണായകമായ ഒന്നാണ്. ഇനി അങ്ങോട്ട് അവളുടെ ജീവിതം എന്താകുമെന്ന് ഇന്നത്തെ ദിനാന്ത്യത്തോടെ തീരുമാനമാകും. എല്ലാ കാഴ്ചകളും ഇരുളകറ്റി വെളിച്ചത്തിലേക്ക് പരിണമിക്കട്ടെ. മോളെ ദേവൂട്ടി, മോളെ എഴുന്നേറ്റേ. ദാ ഈ ചുക്കാപ്പിയും കുടിച്ചേ. മോളെ മോളെ പതുക്കെ. ശ്ശോ. യ്യോ, എന്റെ ദേവി, എന്റെ കുഞ്ഞിന് എന്താ പറ്റിയേ? അവളെ കാത്തോളേ അമ്മ.